ട്രക്കിങ് തന്നെയാണ്. ട്രക്ക് ചെയ്താണ് നമ്മൾ കയറുന്നത്. ഇനി ഇങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ടോ? ഈ ഒരു കയറെ പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഞാൻ കണ്ടു ഈ റോപ്പ് വഴിയിട്ടാണ്. ഇവിടെ ഒരു ഗുഹയാണ്. ഗുഹ. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പം വയനാടാണ് കേട്ടോ. വയനാട് മീൻമുട്ടി വാട്ടർഫോൾസിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറി വരുന്നിടത്തും പുറകെ കാണുന്നിടത്തും ഞാൻ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 50 രൂപ എന്ന നിരക്കിലാണ് നമുക്ക് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 500 മീറ്റർ നടന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ കയറി റോക്കൊക്കെ കയറി ഒത്തിരി കാഴ്ചകളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ എന്താണ് ഒക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. മണ്ണുള്ള വഴിയാണ്, നിങ്ങൾക്ക് കാണാം. നല്ല നാടൻ പ്രദേശം പോലത്തെ ഒരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെയാണ് ഞാൻ നടന്ന് പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എനിക്ക് രാവിലെ ജലദോഷമാണ് കേട്ടോ, അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. ഇടയ്ക്ക് തുമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ചൂടുണ്ട്, അതോടൊപ്പം നല്ല തണുപ്പും കൂടെ കൂടിയ ഒരു ക്ലൈമറ്റാണ്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാറിൽ നല്ല തണുപ്പായിരുന്നു. അങ്ങനത്തെ ക്ലൈമറ്റ് നല്ലപോലെ ചേഞ്ചായി. പല ക്ലൈമറ്റ് മാറിയപ്പം ആണെന്ന് തോന്നുന്നു എനിക്ക് ചെറിയ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇവിടെ എല്ലാം ആൾതാമസമുള്ള സ്ഥലം കേട്ടോ. ഇത് അതിനിടയിൽ കൂടാണ് ഈ ഒരു വഴി. ആ വഴിയിലൂടെയാണ് ഞാൻ നടന്ന് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ എന്താ പറയുക, നമ്മുടെ ഈ ഗ്രാമങ്ങളില്ലേ, പഴയ കാലത്തെ ഗ്രാമങ്ങൾ നിങ്ങൾക്ക് നോക്കിയാണ് സൈഡിൽ മൺതിട്ടയൊക്കെ, അതിൻ്റെ രണ്ട് സൈഡിലും നോക്കി മൺതിട്ടകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. പഴയ കാലത്തെ ഗ്രാമങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വഴിയാണ്. അത്ര വഴിയിലൂടെ നമ്മൾ നടന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. എന്താ ട്രഡീഷണൽ ടൈപ്പ് പഴയ കാലത്തെ വീടുകളാണ് ഇവിടെ അധികവും കാണാനുള്ളത്. പിന്നെ കൂടുതൽ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ നടന്ന് വരുന്നത് ഏകദേശം ഒരു 100 മീറ്റർ കേട്ടോ. 500 മീറ്റർ വേണ്ട കേട്ടോ. 100 മീറ്റർ ആയപ്പോൾ തന്നെ വെള്ളം ചാടുന്ന ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു താഴെ ആയിരിക്കും ആ മീൻമുട്ടി വാട്ടർഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോൾസ് എനിക്ക് തോന്നുന്നു. താഴോട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. താഴോട്ട് ഇറങ്ങിപ്പോവാം. അവിടെ ഇപ്പം ഞാൻ താഴോട്ട് വന്ന സമയത്ത് അവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നിങ്ങളെ ആ വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം. ഓ അടിപൊളി. ഇവിടെ നോക്കിയപ്പോൾ നല്ല രസത്തിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വിഷ്വൽസിലോട്ട് പോകാം. അതിന് മുമ്പേ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കണ്ടോ, അടിപൊളിയാണ്, രസമാണ് കാണാൻ. ഞാൻ വന്ന വഴിയാണ് ഇവൻ്റെ ബൈ കാണുന്നത്. ഇതെല്ലാം നല്ല മണ്ണിട്ട വഴിയാണ്. ഇനി അങ്ങോട്ടുള്ളത് കുറച്ച് എനിക്ക് തോന്നുന്നു 500 മീറ്റർ എന്നാണ് അവർ പറഞ്ഞത്. വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് മിക്കവാറും 400 മീറ്ററും കൂടെ കാണും. അപ്പം അത് ട്രക്കിങ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പോകാനുള്ളതെന്ന് ആണ്. അപ്പം ഇനിയിപ്പം ഞാൻ നിങ്ങളെ ഇതിൻ്റെ വിഷ്വൽസ് കാണിക്കാം. അപ്പം ഞാൻ വന്ന വഴികളെല്ലാം കണ്ടല്ലോ, ഇനി മുന്നോട്ടുള്ള വിഷ്വൽസ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ കണ്ടെന്ന് പറഞ്ഞ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗം കേട്ടോ കാണുന്നത്. നമ്മൾ വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഷെഡ് കാണാം. ഇവിടെ ആണ് നമുക്ക് ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള സ്ഥലം. അതുപോലെ ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ സൈഡിലെ വിഷ്വൽസൊക്കെ കാണാം. ഇവിടെ ഇരിക്കുന്ന നമുക്കിത് ഈ വെള്ളച്ചാട്ടം കണ്ടോ, ചെറിയ രീതിയിൽ നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നല്ല വെള്ളം കാണും. അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ അത് വനമാണ് കേട്ടോ. അത് കംപ്ലീറ്റ്ലി വനമാണ്. ഇനി ഇതുവഴി ഇങ്ങനെ നമുക്ക് ട്രക്ക് ചെയ്ത് മേളിലോട്ട് പോകാം. അത്യാവശ്യം നല്ല ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാം നാച്ചുറലുള്ള വഴികളാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് ഇറങ്ങിയാൽ നമുക്ക് താഴോട്ട് പോകാൻ പറ്റും. ഇതുവഴി നമുക്ക് ഇറങ്ങി താഴോട്ട് പോകാം. താഴോട്ട് പോകാനുള്ള വഴിയല്ല, ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തെ കുറച്ചുകൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതില്ല, വെള്ളം കുറവാണ്, വളരെ വെള്ളം കുറവാണ്. ഇവിടെ മേളിലുള്ള ആൾക്കാരൊക്കെ കുളിക്കുന്ന പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിയായി. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് അത്ര പോരാ. അപ്പം ആ വഴി പിന്നെ ഇങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ്. കണ്ടോ, വഴി ഇങ്ങനെ വീണ്ടും കയറി പോകുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ടെല്ലാം ഇറങ്ങാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കയറി വന്നു. അതിനുശേഷം കണ്ടോ
പിന്നെ സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. അപകട മേഖലയാണോ ഇത്? സ്ലിപ്പോ? അപ്പം ഞാൻ കുറച്ച് മുമ്പേ നിന്ന സ്ഥലമാണിത് കാണുന്നത് കേട്ടോ. അവിടുന്ന് നമുക്കിങ്ങനെ കറങ്ങിയാണ് ഈ വെള്ളം വരുന്നത്. ഇതുവഴി ഇങ്ങനെ വെള്ളം വന്നത്, ഇതുവഴി ഇങ്ങനെ വെള്ളം വന്നത്, ഇതുവഴി ഇങ്ങനെ വെള്ളം വന്നത് മുകളിലോട്ടാണ് വെള്ളം ചാടുന്നത്. അപ്പം നമ്മളിനി പോകാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടാണ്. അപ്പം ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് പോലുള്ള സ്ഥലമാണ്. വെള്ളം കല്ല്. അപ്പോൾ ഇതിനകത്തൂടെ വേണം ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ചാടി ഇതെല്ലാം കയറി ഇത് കണ്ടോ മേളിലോട്ട് നമ്മൾ പോകാൻ കിടക്കുകയാണ്. ഇതിൻ്റെ നമ്മളേറ്റവും താഴെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോഴും നമ്മളതിൻ്റെ മുകളിൽ ചെന്നിട്ടില്ല. നല്ല ദൂരം നടന്ന് ഇതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോഴും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തെ കൂടുതൽ അടുത്തടുത്തടുത്ത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും ഗൈഡ് നിൽപ്പുണ്ട്. നമുക്ക് പോകുന്നിടത്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ്. നമുക്ക് അങ്ങോട്ട് വെള്ളം നനഞ്ഞെടുത്തോണ്ട് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം നനവുണ്ട്, അവിടെ ചവിട്ടിയാൽ നമ്മൾ തെന്നി വീഴും. അങ്ങനത്തെ അവരുടെ ഇൻസ്ട്രക്ഷൻസൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ വരാനായിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോകുന്നിടത്ത് ഇവിടെയും ഗൈഡ് നിൽപ്പുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഗൈഡ്സ് ഉണ്ട്. നമ്മൾ എവിടൊക്കെയാണോ ഇറങ്ങാൻ അല്ലെങ്കിൽ സൗകര്യമുള്ള ആ സ്ഥലത്ത് എല്ലാം ഗൈഡ്സ് നിൽപ്പുണ്ട്. ഇവിടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം താഴ്വശം കണ്ടോ. ഞാൻ താഴെ നിന്ന സ്ഥലം കയറി വന്ന ആ സ്ഥലമാണ് ആ കാണുന്നുണ്ടോ. ഇവിടേക്ക് ആ ഒരു വിഷ്വലും ഉണ്ട്. ഇത്ര മനോഹരമായിട്ടാണെന്ന് നോക്കി. ഇതിനകത്ത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. അടിപൊളി. അവിടെ ആണെങ്കിലും വെള്ളം കുറവാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് കയറി മുകളിലോട്ട് പോവാം. ഇവിടെ വരുന്നുണ്ടോ, ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനായിട്ടൊക്കെ സൗകര്യം കേട്ടോ. സൗകര്യമുണ്ട്. ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ പിടിച്ച് നമുക്ക് സേഫായിട്ട് കുളിക്കാം. വെള്ളം കൂടുതലുള്ള ഈ സ്ഥലത്ത് കേട്ടോ. ഇനി മുകളിലോട്ട് ഇങ്ങനെ കിടക്കുവാണ്. നമുക്കിനി മുന്നോട്ട് പോവാം. വഴിയുണ്ടോ? ഞാൻ നടക്കുന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നതെല്ലാം. ഉണ്ടോ? അടിപൊളിയാ, സുഖം, നല്ല രസം. നല്ല ടിപ്പ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തേ കുറച്ചുകൂടെ എന്താ പറയുക ഇരുട്ട് പോലെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്തേ ഒരു ഷെഡ് ഹട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങിയിട്ട് ഇതേ കുളിക്കാനായിട്ടുള്ളൊരു ഓപ്പണിംഗ് ഒക്കെ ഇതേ ഇവരൊരു ഇട്ടിട്ടുണ്ട്. ഇതുവഴി ഇനിയും വഴി കിടക്കുവാണ് കേട്ടോ. മീൻമുട്ടി വാട്ടർഫോൾസ്. ഇവിടെ സെക്യൂരിറ്റീസ് ഒന്നും കാണുന്നില്ല. അവിടെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ. എങ്ങോട്ടോ പോകാൻ തോന്നുന്നു. ഇവിടെ ഒരു ഹട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹട്ടിൽ നമുക്ക് വന്നിരിക്കാനൊക്കെ പറ്റും. ഇവിടുത്തെ ഗൈഡുമാർ പ്രായമുള്ള ഒരു അമ്മച്ചിയെ പിടിച്ച് മേളിൽ നിന്ന് താഴോട്ട് ഇറക്കുന്ന കാണുന്നുണ്ടോ. ഇത്രയ്ക്ക് സപ്പോർട്ടാണ് ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം. ഇവിടെ ഇതേ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓപ്പണിങ് കൂടെ നമുക്ക് ഇങ്ങോട്ടിറങ്ങാം. ഇവിടെ ഇറങ്ങിയപ്പോൾ എന്തേ നല്ല ഭംഗിയിൽ ഇത് ഇവിടെ കാണാൻ പറ്റി. ഇതുണ്ടോ. കുറച്ചുകൂടെ ഞാൻ ഇങ്ങോട്ട് മാറിപ്പോണ്ടോ. നല്ല വെള്ളം ഉണ്ടെങ്കിൽ എന്നാ ഭംഗിയായിരിക്കും ഒന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെ മുകളിലോട്ടാണ് കിടക്കുന്നത് കണ്ടോ. നമുക്ക് തിരിച്ച് ഈ വഴി കയറി അങ്ങോട്ട് പോവാം. വന്ന വഴി തന്നെ തിരിച്ചു മേളിലോട്ട് പോവാം. അപ്പം ദേ ഇനി അടുത്തത് പാറയാണ് കേട്ടോ. ഈ ഒരു പാറയെ കൂടെ നമുക്ക് മുകളിലോട്ട് കയറാം. അപ്പോൾ അവർ പറഞ്ഞു, താഴെ നിൽക്കുന്ന ചേച്ചിമാർ നമ്മുടെ ഗൈഡ് അവർ നമ്മളോട് പറഞ്ഞു അങ്ങോട്ടൊക്കെ ഇറങ്ങി സേഫായിട്ട് നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം സേഫാണ്. അപ്പം ഞാൻ താഴെ നിന്ന് അവിടെ നിന്നിട്ടാണ് ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ. മുകളിലോട്ട് എനിക്ക് നല്ല ആംബിയൻസാണ് കേട്ടോ.
ഇനി പെയ്യ മുകളിലോട്ട് പോകും. ഓ, അവിടെ നമുക്ക് കയറൊക്കെ പിടിച്ച് മുകളിലോട്ട് കയറാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. താഴോട്ട് വന്നാൽ ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്തു, പേടിക്കണ്ട. ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. ഇതിന് നമുക്ക് ചെറിയ ചെറിയ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ മഴ പെയ്ത് നല്ല വെള്ളമുള്ള സമയത്ത് അങ്ങോട്ട് വരുന്നെങ്കിൽ പൊളി സംഭവമാണ്. ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് നമുക്കിത് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ ആ കാണുന്നതാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചവിട്ടുന്നതൊക്കെ തെന്നുന്നുണ്ട് കേട്ടോ. വെള്ളമില്ലേലും 1-2 തവണ തെന്നി. ഇവിടെ ഒന്നും ആഴമില്ലാത്ത സ്ഥലങ്ങൾ കേട്ടോ. ഓ, ഇവിടെ വന്ന് ഇനി നമ്മൾ വേണം ഈ കയറെ പിടിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാനായിട്ട്. നമ്മൾ കയറെ പിടിച്ചു, വലിച്ചു, കയറിപ്പോട്ടെ. അങ്ങനെ കയറി. കയറുമ്പോൾ ഈ സൈഡിലൊക്കെ വ്യൂസൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇനി മൊത്തം റോപ്പയിലുള്ള പരിപാടിയാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഗൈഡുണ്ട് കേട്ടോ. ഈ റോപ്പ് വഴി നമുക്ക് ഇങ്ങോട്ട് വരാം. കണ്ടോ, വലിയ പാറ ഇരിക്കുന്നുണ്ടോ. ശരിക്കും ട്രക്കിംഗ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് ട്രക്കിങ് തന്നെയാണ്. ട്രക്ക് ചെയ്താണ് നമ്മൾ കയറുന്നത്. ഇനി ഇങ്ങോട്ട് കയറാനുള്ള വഴിയുണ്ടോ? ഈ ഒരു കയറെ പിടിച്ച് നമുക്ക് സേഫായിട്ട്, കയറൊന്നും പിടിക്കുന്നില്ല, ഇവിടെ പിടിച്ച് കയറാം അല്ലേ. എല്ലായിടത്തും കെട്ടൊക്കെ കറക്റ്റ് അളവിലാണ് അവരിട്ടിരിക്കുന്നുണ്ടോ. ഞാൻ താഴെ ഇപ്പോൾ കാണിച്ച വലിയൊരു പാറയത്, ഒറ്റ പാറയത് നോക്കിയേ. ഇങ്ങനെ ഭംഗിയ വലിയ തടി വന്ന് തടി കഷ്ണത്തിലാണ് കെട്ടിയിരിക്കുന്നത്. ഇനി അപ്പം ഇതിനിടയിൽ കൂടെ വഴിയാണ് കേട്ടോ. ഈ വഴി കൂടെ വേണം ഇനി മുകളിലോട്ട് പോകാൻ. ഇനി ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം നോക്കിയാണ് നമ്മൾ ഈ ഒരു കയറെ പിടിച്ചിട്ട് വേണം മുകളിലോട്ട് കയറാനായിട്ട്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ കയറ്, സേഫായിട്ട് താഴെ വെള്ളം. ഇതിനിടയിൽ കൂടെ വേണം നമ്മൾ അഡ്വഞ്ചർ ചെയ്ത് മുകളിലോട്ട് കയറാനായിട്ട്. ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഞാനും ഈ ട്രക്ക് ചെയ്ത് മുകളിലോട്ട് കയറണം കേട്ടോ. താഴെ വെള്ളമുണ്ട്. ആൾക്കാരൊക്കെ കയറിപ്പോന്നു. അപ്പോൾ ഞാൻ അവരുടെ പുറകെ കയറുവാണ്. നോക്കി, ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്കാണ് നമ്മളെത്തേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അധികം വെള്ളം ഉള്ളിടത്ത് ചവിട്ടരുത്, നമ്മൾ അല്ലാത്തടത്ത് വേണം ചവിട്ടാനുണ്ടോ. നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ കയറിപ്പോവാണെങ്കിൽ സ്ലിപ്പ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാക്സിമം അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പം അധികം കുഴപ്പമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വരുന്ന വഴിക്കുണ്ടോ, പാറയുടെ നടുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുഴിയാണ്. ഈ വെള്ളം ഇങ്ങനെയാണ് ഒഴുകി വരുന്നത്. നമ്മളൊക്കെ പിടിച്ച് കയറാനായിട്ട് നല്ല 1-ാം ക്ലാസ് റോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കയറി ആൾക്കാരൊക്കെ പുറകെ ഞാനും പോയി. ഇനി നമുക്ക് കയറേണ്ട ഈ ഒരു പാറയാണ് കേട്ടോ. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉണങ്ങിയിടത്ത് നോക്കി ചവിട്ടുക. അതിനുശേഷം നമുക്ക് കയറാം. വേണമെങ്കിൽ സപ്പോർട്ടിന് ഇങ്ങനെ ഞാൻ എന്നെ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കയറ് പിടിക്കാമെങ്കിൽ ഇങ്ങനെ വലിച്ച് നമുക്ക് കയറി വരാൻ പറ്റും. ഇനി അഥവാ ഷൂ ഒന്ന് സ്ലിപ്പായാലും നമുക്ക്
യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാനിവിടെ ഏകദേശം അടുത്തെത്തി കേട്ടോ. ഇവിടെ നമുക്ക് താഴോട്ട് നോക്കാം. ഇനി ഈ സ്ഥലത്തൂടാണ് നമ്മൾ കയറിയത് ഇനി മോളി വരെ എത്തിയിരിക്കുന്നത്. അപ്പം ഇനിയും കയറാൻ കിടക്കണ്ടോ ഇതുപോലത്തെ കുറ്റിയിലൊക്കെ ചവിട്ടി. കയറലൊക്കെ പിടിച്ച് ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വാട്ടർഫോൾസിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് കയറി വരാം. നമുക്ക് സപ്പോർട്ടിന് ഇങ്ങനെ കയറുണ്ട് കേട്ടോ, ഇതുപോലുണ്ടോ, ഈ ഒരു കയറ് സപ്പോർട്ട് നിന്നിട്ട് നമുക്ക് കയറി വരാം. ഏറ്റവും മുകളിൽ 2 ഗൈഡ് ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും മുകളിൽ എത്തായി കഴിഞ്ഞു. സക്സസ്. ഇവിടെ നിന്ന് ഞാൻ കണ്ടു ഈ റോപ്പ് വഴിയിട്ടാണ് ഇങ്ങനെ കയറി ഇവിടെ വന്നത്. ഇപ്പം നിൽക്കുന്നിടത്ത് വന്നത്. ഇവിടെ നിന്ന് നമുക്കിത് മീൻമുട്ടി വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഇതുവഴി നമുക്ക് മുന്നോട്ട് നടന്ന് കുറച്ചുകൂടെ അടുത്തോട്ട് ഈ വാട്ടർഫോൾസിൻ്റെ ചെല്ലാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ ഒരു ഗുഹയാണ് കേട്ടോ. ഇതിനകത്തെല്ലാം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകണം. ഞാൻ മുന്നോട്ടെത്തി. അതാ ഇവിടെ നിന്നാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാണാം. നല്ല ഭംഗിയിൽ കണ്ടോ, ഇതിൻ്റെ ആ ഒരു വിഷയമുണ്ടോ? ഇങ്ങനെ താഴേക്ക്